നമ്മളപ്പോൾ ആന്റി ഡെറിവേറ്റീവ് എന്താന്ന് കണ്ടു, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എങ്ങനെ കാണാമെന്ന് കണ്ടു. ഇനി നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രൽ എന്താന്ന് പഠിക്കാം. ഇൻഡെഫിനറ്റ് ഇന്റഗ്രൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, സാധാ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി എക്സ്, അതിനെ പറയുന്നതാണ് ഇൻഡെഫിനറ്റ് ഇന്റഗ്രൽ. ഇനി ഡെഫിനറ്റിലേക്ക് വരുമ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. സബ് ഇന്റർവെൽസ് ആയിട്ട് മുറിക്കുന്നു. ഓഫ് ഈക്വൽ ലെങ്ത്, ആ ലെങ്തിനെ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് എ ബൈ എൻ. ഇനി എൻ സബ് ഇന്റർവെൽസ് ആകുമ്പോൾ എൻ പ്ലസ് വൺ പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിന് നമ്മൾ എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എക്സെട്ര ലെസ് ദാൻ എക്സ് എൻ ഈക്വൽ ടു ബി, ഇങ്ങനെ എടുക്കുന്നു ആ എക്സ് എൻ പ്ലസ് വൺ പോയിന്റ്സിനെ. ഇനി ചൂസ് സി ഐ എലമെന്റ് ഓഫ് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, ഈ സബ് ഇന്റർവെൽത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് സി ഐ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി, ഡിനോട്ടഡ് ആസ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tending to infinity summation k equal to 1 to n f of ck into delta x. So integral a to b f of x dx equal to നമ്മളുടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഇങ്ങനെയാണ് ഇന്റഗ്രേഷനും ഏരിയ അണ്ടർ ദ ഗ്രാഫും തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. ഇഫ് limit n tending to infinity summation k equal to 1 to n f of ck into delta x എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ പറയും f is integrable on closed interval a comma b. ഇനി a എന്ന് പറയുന്ന പേരാണ് ലോവർ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ, ബി എന്ന് പറയുന്ന പേരാണ് അപ്പർ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. പിന്നെ എയും ബി എന്ന നമ്പേഴ്സിനെ നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയും. പിന്നെ ഈ സമ്മേഷൻ k equal to 1 to n f of ck delta x, ഇതിനെ നമ്മൾ റെയ്മാൻ സം എന്നാണ് വിളിക്കുക. റെയ്മാൻ സം. ഇനി നമുക്ക് കുറച്ചും കൂടി ജനറൽ ഡെഫിനിഷനിലേക്ക് വരാം. ഇവിടെ n സബ് ഇന്റർവെൽസ് ഓഫ് ഈക്വൽ ലെങ്ത് ആണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് നമ്മൾ ഒതുക്കി. ഇനി ആ ഒരു ഒതുക്കലില്ലാണ്ട് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. ഇനി എ ബി എന്ന ഇന്റർവെലിനെ n സബ് ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഈക്വൽ ലെങ്ത് എന്നൊന്നും പറയില്ല, n സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ n സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് n പ്ലസ് വൺ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ പോയിന്റ്സ് നേരത്തെ പോലെ തന്നെ എക്സ് നോട്ട് എ ആയിട്ട് വിളിക്കുക, എക്സ് വൺ എക്സ് ടു എക്സെട്ര ബിനെ എക്സ് എൻ ആയിട്ട് വിളിക്കുക. അപ്പോൾ നമുക്ക് n സബ് ഇന്റർവെൽസ് ഉണ്ടാവും. എക്സ് നോട്ട് എക്സ് വൺ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എക്സെട്ര എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ. സി ഐ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സബ് ഇന്റർവെലത്തെ ഏതോ ഒരു പോയിന്റ്.
നമ്മൾ പുതിയ ഐഡിയ കൊണ്ടുവരാണ്. നോം പി. നോം പിയുടെ അർത്ഥം മാക്സിമം ഓഫ് x1 മൈനസ് x0, x2 മൈനസ് x1, എക്സെട്ര xi മൈനസ് xi മൈനസ് 1, എക്സെട്ര xn മൈനസ് xn മൈനസ് 1. അതായത് നമ്മളുടെ ഓരോ ഇന്റർവെലിന്റെ ലെങ്ത്തുകളുടെ മാക്സിമം. അതാണ് നോം പി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഡിഫറൻസ് നമുക്ക് ഡെൽറ്റയുടെ ടേംസിലാക്കുകയാണെങ്കിൽ ഡെൽറ്റ x1, ഡെൽറ്റ x2, എക്സെട്ര ഡെൽറ്റ xi, എക്സെട്ര ഡെൽറ്റ xn. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ് Riemann sum for f on closed interval a comma b corresponding to the partition capital P and the choice of the points ck to be the number. ഇതാണ് നമ്മളുടെ ഡെഫിനിഷൻ. നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക SP, Riemann sum with corresponding to the partition P equal to summation k equal to 1 to n f of ck into delta xk. ഇതാണ് നമ്മളുടെ റീമാൻ സമ്മിന്റെ ജനറൽ ഫോം. SP equal to summation k equal to 1 to n f of ck into delta xk. ഇനി ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ ജനറൽ ഡെഫിനിഷൻസിൽ വരുമ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. പി എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി into n subintervals. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഡെഫിനിഷൻ വരിക ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 SP equal to limit norm p tending to 0 summation k equal to 1 to n f of ck delta xk. നമ്മൾ മുന്നേ പഠിച്ചതും സെയിം തന്നെയായിരുന്നു. നമ്മൾ മുന്നേ പഠിച്ചത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതായത് n എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിനെ മുറിക്കുന്ന കഷ്ണത്തിന്റെ എണ്ണം. ഇനി നോം പി ടെൻഡിങ് ടു 0 എന്ന് വെച്ചാൽ ഓരോ സബ് ഇന്റർവെലിന്റെ ലെങ്ത് വളരെ ചെറുതാവുന്നു. അപ്പൊ രണ്ടിനും കണക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഈക്വലിന്റെ കേസ് പറയുകയാണെങ്കിൽ ബി മൈനസ് എ ബൈ എൻ ആണല്ലോ ഓരോ ഇന്റർവെലിന്റെ ലെങ്ത് വരിക. അപ്പോ എൻ ടെൻഡിങ്സ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ബി മൈനസ് എ ബൈ എൻ ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത്. അതായത് n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സബ് ഇന്റർവെലിന്റെ ലെങ്ത് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ജനറൽ ഡെഫിനിഷൻ. ഇനി നമുക്ക് എപ്സിലോൺ ഡെൽറ്റ ടേംസിൽ ഇതിനെ പറയാം. അപ്പൊ അതിനു വേണ്ടി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇപ്പൊ നമ്മൾ പറയും ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that for all x with mod x minus a
less than delta implies mod f of x minus L less than epsilon. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 summation k equal to 1 to n f of c k delta x k equal to integral a to b f of x dx. അപ്പൊ ഇതിനെ നമുക്ക് എപ്സിലോൺ ഡെൽറ്റയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ for every epsilon greater than 0 there exists a number delta greater than 0 such that ഇവിടെ x minus a less than delta extending to a എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോം പി tends to 0, നോം പി വളരെ ചെറുതാവുക, such that for any partition capital P with norm P less than delta and for every choice of points Ck in closed interval xk minus 1 xk modulus of summation k equal to 1 to n f of ck delta xk minus integral a to b f of x dx is less than epsilon. ഇതാണ് നമ്മളുടെ പ്രിസൈസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എപ്സിലോൺ ഡെൽറ്റയുടെ ടേംസിലുള്ള ഡെഫിനിഷൻ. പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുകയാണ്, പ്രിസൈസ് ഡെഫിനിഷൻ എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. ഇനി ജനറൽ ഡെഫിനിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിപ്പോ പ്രിസൈസ്, ഇത് ജനറൽ. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ലെറ്റ് f of x equal to x cube 0 less than or equal to x less than or equal to 1. Then prove that f is integrable over closed interval 0 1 and integral 0 to 1 f of x dx equal to integral 0 to 1 x cube dx equal to 1 by 4. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 റീമാൻ സം എക്സിസ്റ്റ് ചെയ്യും, അതിന്റെ വാല്യൂ 1 by 4 ആണ്. ഇത്രയാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. ഇനി നമുക്കൊരു പാർട്ടീഷൻ എടുക്കണം. 0 1നെ n സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ ഒരു പാർട്ടീഷൻ. ഞാൻ ഇവിടെ എടുക്കുന്ന പാർട്ടീഷൻ ഈ n സബ് ഇന്റർവെൽസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പാർട്ടീഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെ ലെങ്ത് വരിക 1 മൈനസ് 0 ബൈ n, അതായത് 1 ബൈ n എന്ന ലെങ്ത് ഉള്ള ഓരോ സബ് ഇന്റർവെൽസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ സബ് ഇന്റർവെൽസ് വരിക 0 1 ബൈ n 1 ബൈ n 2 ബൈ n എക്സെട്ര k minus 1 by n k by n etc n minus 1 by n 1. ഇനി ഓരോ സി കെ നമുക്ക് സി കെ ചൂസ് ചെയ്യണമല്ലോ. ഞാൻ ചൂസ് ചെയ്യണത് റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടാണ് ചൂസ് ചെയ്യണത്. റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ട്. അപ്പോൾ ഓരോ സി കെ എന്ന് പറയുന്നത് ഈക്വൽ ടു k by n element of k minus 1 by n k by n. നമ്മൾ ഈക്വൽ ആയിട്ടാണ് മുറിച്ചുള്ളത്. അപ്പൊ നമുക്ക് നോം പി നമുക്ക് കിട്ടും മാക്സിമം ഓഫ്
1 by n comma 1 by n comma etc 1 by n which is equal to 1 by n കിട്ടും. ഇനി നമുക്ക് എസ് പി കാണണം, പിന്നെ ലിമിറ്റ് എടുക്കണം. അപ്പോൾ എസ് പി ഈക്വൽ ടു summation k equal to 1 to n f of ck into delta xk equal to summation k equal to 1 to n ck എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് പോയിന്റ് ആണ്, അത് k by n ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്, എക്സിന് പകരം k by n ഇടുമ്പോൾ നമുക്ക് k by n ക്യൂബ് എന്ന് കിട്ടും ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ എക്സ് കെ മൈനസ് 1. അപ്പോൾ ഈ പോയിന്റ് മൈനസ് ഈ പോയിന്റ്, ദിസ് ഇസ് ഈക്വൽ ടു summation k equal to 1 to n k cube by n cube into k by n minus k minus 1 by n. ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 1 by n എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു summation k equal to 1 to n k cube by n raised to 4. ഇനി ഇവിടെ സമ്മേഷൻ വരുന്നത് k യിലാണ്, അപ്പോൾ n raised to 4 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1 by n raised to 4 summation k equal to 1 to n k cube. ഇനി നമുക്കറിയാം summation k equal to 1 to n k cube equal to n into n plus 1 by 2 whole square. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 by n raised to 4 into n into n plus 1 by 2 whole square which is equal to n square into n plus 1 whole square by 4 into n raised to 4. ഈ n സ്ക്വയറും n raised to 4 ഇട്ട് ഒരു 2 n സ്ക്വയർ കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി കിട്ടുക നമുക്ക് n plus 1 whole square divided by 4n square. ഇനി നോം പി ടെൻഡിങ് ടു 0, അതായത് 1 by n ടെൻഡിങ് ടു 0. 1 by n ടെൻസ് ടു 0 ആവണമെങ്കിൽ നമുക്ക് പറയാം n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 f of x dx equal to integral 0 to 1 x cube dx equal to limit norm p tending to 0 sp which is equal to limit n tending to infinity n plus 1 whole square by 4n square. ഇതിനെ നമുക്ക് 1/4 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിന് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ n ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n ഹോൾ സ്ക്വയർ. ഇനി ലിമിറ്റ് എടുക്കുക, n ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പോൾ ഇവിടെ ഉള്ള n ഇൻഫിനിറ്റി ഇട്ടുക. അപ്പോൾ 1 by ഇൻഫിനിറ്റി എന്ന് കിട്ടും. 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1 സ്ക്വയർ ഈക്വൽ ടു 1/4. ഇത് ഫൈനൈറ്റ് ആണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. therefore f is integrable over closed interval 0 1. നമ്മൾ ആദ്യം ചെയ്തതിനെക്കാട്ടിയും നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. എക്സ്പ്രസ് ദി ലിമിറ്റ് ഓഫ് റീമൻ സം ലിമിറ്റ് നോം പി ടെൻസ് ടു 0 summation k equal to 1 to n
ck square minus 3ck into delta xk as an integral if P denotes a partition of the interval closed interval minus 7 5. അപ്പൊ ചോദ്യം പറയണത് നമുക്ക് റേമാൻ സമ്മിന്റെ ലിമിറ്റിന്റെ ഫോം ഇതാണ്. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -7 5 എന്ന ഇന്റർവെലിന്റെ ഒരു പാർട്ടീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ ഫോം എഴുതാനാണ് നമ്മൾ ചോദ്യം. അപ്പൊ നമുക്ക് റേമാൻ സമ്മിന്റെ ജനറൽ ഫോം അറിയാം. ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ k ഈക്വൽ ടു 1 to n f of ck ഡെൽറ്റ എക്സ് കെ. അപ്പോ ഇവിടെ നമുക്ക് പറയാം എഫ് ഓഫ് സി കെ എന്നുള്ളത് സി കെ സ്ക്വയർ മൈനസ് 3ck ആണ്. അപ്പൊ സി കെക്ക് പകരം നമ്മൾ എക്സ് വിളിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x. നമുക്ക് ഫംഗ്ഷൻ കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -7 5 എന്ന ഇന്റർവെലിന്റെ ഒരു പാർട്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ k ഈക്വൽ ടു 1 to n ck സ്ക്വയർ മൈനസ് 3ck ഡെൽറ്റ എക്സ് കെ. ഇതിനെ നമുക്ക് ഇന്റഗ്രൽ -7 to 5 എക്സ് സ്ക്വയർ മൈനസ് 3x dx എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ. ഇതാണ് നമ്മുടെ ഉത്തരം. ഈ തന്നിരിക്കുന്ന റീമാൻ സമ്മിനെ എങ്ങനെ നമ്മൾ ഇന്റഗ്രൽ ഫോമിൽ എഴുതും? അപ്പോൾ നമ്മൾ റിവേഴ്സാ വരുന്നത്. നമുക്ക് റീമാൻ സമ്മിന്റെ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് സി കെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് സി കെ കിട്ടിയാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. പിന്നെ പാർട്ടീഷന്റെ ലിമിറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക്. അടുത്തത് നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രലും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. സപ്പോസ് വി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് വെലോസിറ്റി ഫംഗ്ഷൻ, എസ് ഓഫ് ടി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ, അറ്റ് ടൈം ടി. ഇനി അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ between t equal to a and t equal to b is integral a to b v of t dt. അപ്പോൾ ടി ഈക്വൽ ടു എ തൊട്ട് ടി ഈക്വൽ ടു ബി എന്ന സമയത്തിന്റെ ഉള്ളിൽ നടന്ന ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നമുക്ക് കാണേണ്ടത് ഇന്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി. ഇനി ഫൈനൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ at t equal to b is s of b equal to initial position plus displacement. Final position equal to initial position plus displacement. The velocity function of a car moving along a straight line is given by v of t equal to t minus 20 for 0 less than or equal to t less than or equal to 40, where v of t is measured
in feet per second and t in seconds. Show that at t equal to 40, the car will be in the same position as it was initially. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് v of t equal to t minus 20, 0 less than or equal to t less than or equal to 40. അപ്പോൾ 0 ആയിരിക്കും നമ്മളുടെ ഇനീഷ്യൽ, 40 ആയിരിക്കും നമ്മളുടെ ഫൈനൽ പോയിന്റ്. ഇനി ലെറ്റ് എസ് ഓഫ് ടി നമ്മളുടെ പൊസിഷൻ വെക്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് എസ് ഓഫ് ബി എന്ന് പറയുന്നതും എസ് ഓഫ് എ പറയുന്നതും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എസ് ഓഫ് ബിയുടെ ഫോർമുല അറിയാം, ഈക്വൽ ടു എസ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു ബി വി ഓഫ് ടി, അത് നമുക്കറിയാം. ഇനി അതോടൊപ്പം നമുക്ക് പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ വി ഓഫ് ടി ഡി ടി. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി മൈനസ് 20 ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 മൈനസ് 20 ടി പ്ലസ് സി കിട്ടും. ഇനി നമുക്ക് എസ് ഓഫ് 0 എന്ത് വരും എന്ന് നോക്കാം. എസ് ഓഫ് 0, അതായത് ടിയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 സ്ക്വയർ ബൈ 2 മൈനസ് 20 ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ നമുക്ക് കിട്ടും സി ഈക്വൽ ടു എസ് ഓഫ് 0 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടിൽ നിന്ന് നമുക്ക് പറയാം therefore എസ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 മൈനസ് 20 ടി പ്ലസ് എസ് ഓഫ് 0. നമുക്ക് കാണിക്കേണ്ടത് എസ് ഓഫ് ബി ഈക്വൽ ടു എസ് ഓഫ് എ, അതായത് എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0. ഇനി അപ്പൊ നമ്മൾ എസ് ഓഫ് 40 കാണാണ്. അപ്പൊ എസ് ഓഫ് 40, അതായത് എസ് ഓഫ് ടിയിൽ ടിക്ക് പകരം 40 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ 40 സ്ക്വയർ ബൈ 2 മൈനസ് 20 ഇൻറ്റു 40 പ്ലസ് എസ് ഓഫ് 0. This is equal to 20 into 40 minus 20 into 40 plus s of 0. ഇതൊന്നും ക്യാൻസൽ ആയി പോവും, equal to s of 0. Therefore, s of 40 equal to s of 0. ഇത് ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു വഴിയാണ്. വേറൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 40 v of t dt. ഇത് നമ്മൾ കാണും. ഇത് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടി ഏരിയന്റെ ഐഡിയ എടുക്കും. ഏരിയ അണ്ടർ ദി ഗ്രാഫിന്റെ ഐഡിയ യൂസ് ചെയ്യും. എന്നിട്ട് എസ് ഓഫ് ബി ഈക്വൽ ടു എസ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ 0 to 40 വി ഓഫ് ടി ഡി ടി ഇത് കാണും. അപ്പൊ ഈ ഭാഗം നമുക്ക് 0 എന്ന് കിട്ടും. therefore എസ് ഓഫ് ബി ഈക്വൽ ടു എസ് ഓഫ് 40 എന്ന് കിട്ടും. ഇവിടെ ഇപ്പൊ നമുക്കുള്ള ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to 40 വി ഓഫ് ടി ഡി ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ ഒരു വഴി അറിയില്ല നമുക്ക്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയും. അപ്പോ ഈ സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും ഏറ്റവും സിമ്പിൾ. അപ്പൊ ആ ഡെഫിനറ്റ് ഇന്റഗ്രൽ കാണാൻ കുറച്ച് നമുക്ക് പ്രോപ്പർട്ടീസും കുറച്ച് ജനറൽ ഇന്റഗ്രലിന്റെ ഫോമും എന്താ വരാന്ന് കണ്ടുവയ്ക്കാം. അടുത്തതായിട്ട് കുറച്ച് ജനറൽ ഇന്റഗ്രൽസ് ആണ്. 3 എണ്ണാണ് നമുക്കുള്ളത്. ജനറൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ആദ്യത്തെ
ഇന്റഗ്രൽ a to b c dx, where c is a constant. ഇതിന്റെ ഉത്തരം വരിക c into b minus a. ഇനി അടുത്തത് ഇന്റഗ്രൽ a to b x dx. ഇതിന്റെ ഉത്തരം വരിക b square by 2 minus a square by 2. 0 less than a less than b. ഇനി മൂന്നാമത്തത് ഇന്റഗ്രൽ a to b x square dx. ഇതിന്റെ ഉത്തരം വരിക b cube by 3 minus a cube by 3. 0 less than a less than b. ഇനി ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തില് v of t equal to t minus 20, 0 less than or equal to t less than or equal to 40. അപ്പൊ നമുക്ക് കാണേണ്ടത് s of 40 ആണ് കാണേണ്ടത്, equal to s of 0 plus integral 0 to 40 v of t dt. This is equal to s of 0 plus integral 0 to 40 t minus 20 dt, equal to s of 0 plus integral 0 to 40 t dt minus integral 20 dt, 0 to 40, equal to s of 0 plus. ഇനി ഇന്റഗ്രൽ ടി ഡി ടി ആവുമ്പോൾ രണ്ടാമത്തെ നമുക്ക് 40 സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. മൈനസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു 40 മൈനസ് 0 എന്ന് കിട്ടും. This is equal to s of 0 plus 20 into 40 minus 20 into 40. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും, which implies s of 40 equal to s of 0. ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ടാകുന്നത് ഇപ്പോൾ വളരെ എളുപ്പമായി. ഇനി നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ഇവാലുവേറ്റ് ആദ്യത്തെ ഇന്റഗ്രൽ 0 to 2 2t minus 3 dt. രണ്ടാമത്തെ ഇന്റഗ്രൽ 1 to 3 3x square plus x minus 5 dx. അടുത്തൊരു ക്വസ്റ്റ്യൻ, use the inequality cos x greater than or equal to 1 minus x square by 2, which holds for all x, to find a lower bound for the value integral 0 to 1 cos x dx. നമ്മൾ ഡോമിനേഷൻ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് തന്നിട്ടുണ്ട് ഫോർ ഓൾ എക്സ്. ഇനി നമുക്ക് കാണേണ്ടത് ഇന്റഗ്രൽ 0 to 1 കോസ് എക്സ് ഡി എക്സിന്റെ ഒരു ലോവർ ബൗണ്ട് ആണ്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഇന്റഗ്രൽ 0 to 1 cos x dx is greater than or equal to
integral 0 to 1 minus x square by 2 dx. ഇതിന്റെ ലോവർ ബൗണ്ടാ കാണേണ്ടത്, അപ്പൊ ഇതിനെ അവിടെ തന്നെ വയ്ക്കുക. ദിസ് ഇസ് ഈക്വൽ ടു integral 0 to 1 dx മൈനസ് കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതിന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്, മൈനസ് 1/2 integral 0 to 1 x square dx. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കോൺസ്റ്റന്റിന്റെ ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഡിഫറൻസ് ഓഫ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ മൈനസ് 1/2 ഇൻറ്റു ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3. അപ്പോൾ 1 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3. This is equal to 1 minus 1/2 into 1/3 equal to 5/6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി therefore integral 0 to 1 cos x dx is greater than or equal to 5/6 for all x. അതായത് ഇന്റഗ്രൽ 0 to 1 cos x dx എന്നുള്ളത് ഒന്നെങ്കിൽ 5/6 ആയിരിക്കും, അല്ലെങ്കിൽ 5/6 കാട്ടിയും വലിയൊരു വാല്യൂ ആയിരിക്കും, which implies 5/6 is a lower bound of integral 0 to 1 cos x dx. ഇതായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.